എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് വീഡിയോയിലേക്കാണ് പോകുന്നത്. ട്രിഗ്നോമെട്രി ആണ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ട്രിഗ്നോമെട്രി നമുക്കറിയാം, ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട ട്രയാങ്കിളിന്റെ മെഷേഴ്സ് കണ്ടുപിടിക്കുന്നതാണ്. അതിന്റെ സൈഡ്സും ആംഗിൾസും ഒക്കെ തമ്മിലുള്ള പ്രത്യേകതകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ വിത്ത് വൺ ആംഗിൾ 45 ഡിഗ്രി കൺസിഡർ ചെയ്യാം. ഒരു ആംഗിൾ 45 ഡിഗ്രി ഉള്ള റൈറ്റ് ട്രയാങ്കിൾ, അതിൻ്റെ ആംഗിൾ C45 ആണ്. ആംഗിൾ എത്രയായിരിക്കും? കാരണം ഇത് 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ്. ഇത് 90 ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ 90 വരണം. അപ്പോൾ 90 45 കുറച്ചാൽ 45 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എയും എന്ന് കിട്ടും 45 ഡിഗ്രിയാണ്. ആംഗിൾ എ 45 ഡിഗ്രി ആണെങ്കിൽ ബി സിയും എ ബി എങ്ങനെ ഇരിക്കണം? രണ്ട് ആംഗിൾസ് ഈക്വൽ ആയ ട്രയാങ്കിള്, അതിന്റെ ബേസ് ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 1 മീറ്റർ ആണെങ്കിൽ എ ബിയും 1 മീറ്റർ. അപ്പോൾ എ ബി സി ഈസ് ആൻ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ 1 ആംഗിൾ 45 ഡിഗ്രി ഉള്ള റൈറ്റ് ട്രയാങ്കിള് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇത് 1 ആകുമ്പോൾ എ ബി എത്ര വരും? ബി സി 1 ആണെങ്കിൽ എ ബി 1 മീറ്റർ. അപ്പോൾ ഇത് 1 മീറ്റർ ആണ്, ഇത് 1 മീറ്റർ ആണ്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ സി? നമുക്കറിയാം, റൈറ്റ് ട്രയാങ്കിൾ ആണ്, ബേസ് അറിയാം, ഓൾട്ടിറ്റ്യൂഡ് അറിയാം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കാണാൻ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതായത് ബേസ് ഓൾട്ടിറ്റ്യൂഡ് അറിയാമെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ പൈതഗോറസ് തിയറം. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2. അപ്പോൾ റൂട്ട് ഓഫ് 2, അതായത് എ സി ഈക്വൽ ടു റൂട്ട് 2 എന്ന് കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് 1 1 ബേസ് ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 2 ആയിരിക്കും. ഇപ്പോൾ വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് പി ക്യു ആൻഡ് പി ആർ. ഇതിൽ പി ക്യൂവും പി ആറും കണ്ടുപിടിക്കണം. 1 ആംഗിൾ 45 ആണ്. ഓട്ടോമാറ്റിക്കലി അടുത്ത് എത്രയായിരിക്കാം? ആംഗിൾ ആർ 45 ആയിരിക്കാം. അപ്പോൾ ആംഗിൾ പി 45 ആണ്, ആംഗിൾ ആർ 45 ആണ്. അപ്പോൾ രണ്ട് ആംഗിൾ 45, അപ്പോൾ ഇത് 90. ഇപ്പോൾ 45 45 90 എന്ന് പറയുന്ന ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിന്റെ 1 സൈഡ് 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പി ക്യു എത്രയായിരിക്കും? പി ക്യൂവും 3 തന്നെയായിരിക്കും. കാരണം ഇതൊരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്, ബേസും ഓൾട്ടിറ്റ്യൂഡും. അപ്പോൾ 45 ഡിഗ്രി ആംഗിളുള്ള റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ബേസും ഓൾട്ടിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 3 ആണെങ്കിൽ ഇത് 3. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് നോക്കാം. പി ആർ കണ്ടുപിടിക്കാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 9 പ്ലസ് 9, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 18, അല്ലെങ്കിൽ 9 into 2. 9 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 9 into 2 എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 9 into റൂട്ട് ഓഫ് 2 എന്ന് പറയുമ്പോൾ 3 റൂട്ട് 2. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 3 റൂട്ട്. അപ്പോൾ ഇത് 3 ആകുമ്പോൾ ഇത് 3, ഇത് 3 റൂട്ട് 2. ഓക്കെ. അപ്പോൾ ഈ സൈഡ് എക്സ് എന്ന് എടുത്താൽ എന്തായിരിക്കും? ഈ സൈഡ് എക്സ് ആയിട്ട് ഇത് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്, 45 ഡിഗ്രി ആംഗിൾ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഇത് എക്സ് ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അപ്പോൾ ബേസും ഓൾട്ടിറ്റ്യൂഡ് എക്സ് തന്നെ. ഹൈപ്പോട്ടന്യൂസ് കണ്ട് എങ്ങനെയാണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ കൂടി ആഡ് ചെയ്താൽ 2x സ്ക്വയർ. അപ്പോൾ റൂട്ട് 2x സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. റൂട്ട് ഓഫ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ റൂട്ട് 2x. അപ്പോൾ നോക്കിക്കേ, റൈറ്റ് ട്രയാങ്കിൾ 45 ഡിഗ്രി ആംഗിൾ ഉള്ള റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസും ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ സൈഡ്സിന്റെ റൂട്ട് 2 ടൈംസ് ആയിരിക്കും, അല്ലെ? 1ന്റെ റൂട്ട് 2 ടൈംസ്, 3യുടെ റൂട്ട് 2 ടൈംസ്, എക്സിന്റെ റൂട്ട് 2 ടൈംസ്. അപ്പോ ഇതാണ് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. എന്താണ്? ഇൻ എനി ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 45 45 90, ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ, both the shorter sides have the same length and the longest side is root 2 times this length, root 2 times the shorter sides. അപ്പോൾ ബേസ് ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ഇതിന്റെ റൂട്ട് 2 ടൈംസ് ആയിരിക്കും ഇത്. അപ്പോൾ ഇതിനെ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് കിട്ടും, ഇതിനെ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി അതർ സൈഡ്സ് ഓഫ് ദി ഫോളോയിങ് ട്രയാങ്കിൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ബി സി എന്ന ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്നിരിക്കുന്നത്. ഇത് 45 ആണ്. അപ്പോൾ ഇത് 10 ആണ്. അപ്പോൾ എ ബി എത്രയായിരിക്കും? എ ബി 10 ആണ്. കാരണം ബേസ് ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ആണ്. 45 ഡിഗ്രി ആംഗിൾ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ബേസ് 10 ആയതുകൊണ്ട് ഇത് 10 ആയിരിക്കും. അപ്പോൾ എ സി എത്രയായിരിക്കാം? നമ്മളിപ്പോൾ പറഞ്ഞു, അതായത് ബേസും ഓൾട്ടിറ്റ്യൂഡും, അതായത്
ഈ ചെറിയ സൈഡ് രണ്ട് ഈക്വൽ ആണ്, ചെറിയ സൈഡിന്റെ √2 ടൈംസ് ആണ് ഹൈപ്പോട്യൂസ്. അപ്പൊ AC എന്ന് പറയുന്നത് 10√2. ക്ലിയർ ആയ പറഞ്ഞത്? ഇത് 10, ഇത് 10, അത് 10√2. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ, മറ്റൊരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇതിന്റെ ഹൈപ്പോട്യൂസ് 9√2 ആണ്. വാട്ട് ഈസ് PQ, വാട്ട് ഈസ് QR? അപ്പൊ നോക്കിക്കേ, ഇതിന്റെ √2 ടൈംസ് ആണിത്. അപ്പൊ ഇതിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് PQ. അപ്പൊ PQ എന്ന് പറയുന്നത് 9√2/√2. ഹൈപ്പോട്യൂസിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബേസ് കിട്ടും. അപ്പോൾ 9√2നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ √2 ക്യാൻസൽ ആവും. PQ = 9. PQ 9 ആണ്. QR 9 ആണ്. അപ്പൊ ഇത് രണ്ടും 9√2. ക്ലിയർ ആയോ? വേറൊരു എക്സാമ്പിൾ ഇതാ CDEF എന്ന ട്രയാങ്കിൾ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. കാരണം 1 ആംഗിൾ 90, 1 ആംഗിൾ 45, 1 ആംഗിൾ 45 ആയുള്ള റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഹൈപ്പോട്യൂസ് 12 വന്നിട്ടുണ്ട്. ബേസ് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഹൈപ്പോട്യൂസിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ബേസ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്. രണ്ട് സെയിം ആണ്. അപ്പൊ DE എന്ന് പറയുന്നത് ഈ ലെങ്ത് എന്ന് പറയുന്നത് 12/√2. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ സിംപ്ലിഫൈ ചെയ്യാൻ മുകളിലും താഴെതായ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യാറുണ്ട്. ഡിനോമിനേറ്റർ √2 ആയതുകൊണ്ട് √2 കളയാം, √2നെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 12 × √2/√2 × √2. മുകളിലും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 12√2/√2 × √2 എത്രയാ? 2. അപ്പൊ 12√2/2 എന്ന് വരും. അപ്പൊ 12/2 6 ആണ്. അപ്പൊ 6√2. അപ്പൊ ബേസ് എന്ന് പറയുന്നത് 6√2, ആൾട്ടിറ്റ്യൂഡ് എന്ത് തന്നെയായിരിക്കും? അപ്പോ 6√2. അപ്പൊ രണ്ട് സൈഡ്സ് 6√2 വീതം. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ. വേറെ എക്സാമ്പിൾ, ഫൈൻഡ് ദി ഏരിയാസ് ഓഫ് ദി ട്രയാങ്കിൾ എന്നാണ്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ആണെങ്കിൽ എന്ത് വേണം? ബേസ് ഓൾട്ടിറ്റ്യൂഡ്. ഏത് റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനും ബേസ് ഓൾട്ടിറ്റ്യൂഡ് കിട്ടിയാൽ മതി. ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ RSഉം STയും കിട്ടിയ. RSഉം ST ഈക്വൽ ആണ്, കാരണം 45 ഡിഗ്രി ആംഗിൾ ആണ്. അപ്പോൾ RS എന്ന് പറയുന്നത് 18/√2. അപ്പോൾ RSഉം STയും 18/√2 ആണ്. 18/√2 സിംപ്ലിഫൈ ചെയ്യാം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ വിത്ത് √2. അപ്പൊ 18√2/√2 × √2. √2 × √2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9√2 എന്ന് എഴുതാം. അപ്പോ ബേസ് 9√2, ഓൾട്ടിറ്റ്യൂഡ് 9√2. അപ്പൊ ഏരിയ എങ്ങനെയാണ്? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് BH. ഇപ്പൊ ബേസ് 9√2, ഹൈറ്റ് 9√2. അപ്പൊ ഹാഫ് ഇൻറ്റു 9√2 × 9√2. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഹാഫ് ഇൻറ്റു 9 × 9 × √2 × √2 എന്ന് വരും. √2 × √2 എന്ന് പറയുന്നത് 2 ആണ്. 9 × 9 81 ആണ്. ഹാഫിന്റെ 2 ആണ് ഇത്. അപ്പോൾ 81 × 2/2. 2 × 2 ക്യാൻസൽ ആയി. അതായത് √2 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന 2 ആണിത്. 9 × 9 81. ഈ 1/2 എന്നുള്ളത് 2 ആണിത്. അപ്പൊ 2 × 2 ക്യാൻസൽ ആയി. 81 സ്ക്വയർ യൂണിറ്റ് ആണ് ഈ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ. ക്ലിയർ ആയ പറഞ്ഞത്? വേറൊരു എക്സാമ്പിൾ, ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ല, ഒരു ട്രയാങ്കിള് അതിന്റെ 1 ആംഗിൾ 45 ആണെന്നറിയാം. ഇത് 10 സെന്റിമീറ്റർ എന്നും ഇത് 12 യൂണിറ്റ് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എന്നാണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ഏത് ട്രയാങ്കിൾ ആണ്? ഏരിയ എങ്ങനെയാണ്? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, ഹൈറ്റ് വരച്ചു. അപ്പൊ ഹൈറ്റ് വരച്ചപ്പോൾ കണ്ട അവിടെ ഒരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ വന്നു. കാരണം ഇത് 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. അപ്പൊ ഇറ്റ് ഈസ് ആൻ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പോ ഇതിന്റെ ബേസും ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഇതിപ്പോ ഹൈപ്പോട്ന്യൂസ് ആയിട്ട് വരും. ഹൈപ്പോട്ന്യൂസിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ H is equal to 12/√2. ഹൈപ്പോട്ന്യൂസിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് H. ഇപ്പൊ 12/√2നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എങ്ങനെയാണ്? മുകളിലും താഴെ √2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ 12√2/√2 × √2. ഇപ്പൊ 12√2/2 വരും. അതായത് ഈ ഹൈപ്പോട്ന്യൂസിന്റെ ഹാഫിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബേസ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ H എന്ന് പറയുന്നത് 6√2. ബേസ് എന്ന് പറഞ്ഞാൽ 10 നമുക്കറിയാം. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ബേസ് ഇത് എടുക്കണം, ഹൈറ്റ് ഇത് എടുക്കണം. ഇപ്പൊ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇപ്പൊ ഹാഫ് ഇൻറ്റു 10 × 6√2. 6√2 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 × 6√2 എന്ന് പറയുമ്പോൾ 10 × 6 60√2/2 ആണ്. അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 6 30. 30√2 സ്ക്വയർ യൂണിറ്റ് ആണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ ഏത് ട്രയാങ്കിൾ കിട്ടിയാലും 1 ആംഗിൾ 45 ആണ്. 2 സൈഡ്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഏരിയ കണ്ടുപിടിക്കാം. ക്ലിയർ ആയ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പോകാം.
ഫൈൻഡ് ദി ഏരിയാസ് ഓഫ് ദി ഫോളോയിങ് പാരലോഗ്രാം. അപ്പൊ നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിച്ചത്. ഇനി പാരലോഗ്രാമിന്റെ ഏരിയ. അപ്പൊ ഒന്നാമത്തെ ഇതാണ്. ഇത് 16 ആണെന്നറിയാം, ഇത് 8 ആണെന്നറിയാം. പാരലോഗ്രാം തന്നിട്ടുണ്ട്. അതിന്റെ 1 ആംഗിൾ 45 ആണ്. പാരലോഗ്രാമിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? BH. ട്രയാങ്കിൾ ആകുമ്പോൾ ഹാഫ് BH, പാരലോഗ്രാം ആകുമ്പോൾ 1 സൈഡ് ഇൻറ്റു വോൾട്ടിറ്റ്യൂഡ് ടു ദാറ്റ് സൈഡ്. അതാണ് ഇപ്പോൾ ഏരിയ ഓഫ് ദി പാരലോഗ്രാം. BH എന്നാണ്. അപ്പൊ B നമുക്ക് 16 ആണ് എടുത്താൽ H കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ H വരയ്ക്കണം. കഴിഞ്ഞ ട്രയാങ്കിളിന്റെ കേസിൽ പറഞ്ഞ പോലെ ആൾട്ടിറ്റ്യൂഡ് വരച്ചു. അപ്പൊ ഇത് 90 ഡിഗ്രി ഉള്ള റൈറ്റ് ട്രയാങ്കിൾ വന്നു. അപ്പൊ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഹൈപ്പോട്ന്യൂസ് 8 ആണ്. അപ്പൊ H എന്ന് പറഞ്ഞാൽ 8/√2. 8/√2 സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാ? 8√2/√2 into √2. That is 8/2 into √2. 8/2 എന്ന് പറഞ്ഞാൽ 4√2. അതായത് ഹൈപ്പോട്ന്യൂസിന്റെ ഹാഫ് ഇൻറ്റു √2 ആയിരിക്കും എപ്പോഴും H. അപ്പൊ H is equal to 4√2. ഏരിയ എന്താ ഫോർമുല? BH. അപ്പൊ BH എന്ന് പറയുമ്പോൾ B എന്ന് പറഞ്ഞാൽ 16 ആണ്. H നമ്മളിപ്പോ കണ്ടുപിടിച്ചു. അപ്പൊ 16 into 4√2. 4√2 എന്ന് പറഞ്ഞാൽ 4 into √2 എന്നാണ്. അപ്പൊ 16 into 4 64√2. അപ്പൊ 64√2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദിസ് പാരലോഗ്രാം. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാ മറ്റൊരു പാരലോഗ്രാം വരച്ചിട്ടുണ്ട്. അതിന്റെ 1 ആംഗിൾ 135 ഡിഗ്രി ആണ്. ഇത് 18ഉം ഇത് 10ഉം ആണ്. ഇതൊരു പാരലോഗ്രാം ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 18 ആണ്, ഇത് 18 ആയിരിക്കും. ഇത് 10 ആണ്, ഇത് 10 ആയിരിക്കും. കാരണം എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ഈക്വൽ. കൂടാതെ പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അഡ്ജസന്റ് ആംഗിൾസിന്റെ സം 180 ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അപ്പൊ ഈ ആംഗിൾ 180 135 കുറച്ചാൽ കിട്ടുന്ന കണ്ടോ 45 തന്നെ വരും. കാരണം 135 45 കൂടി ആഡ് ചെയ്താൽ 180. അപ്പോ പാരലോഗ്രാമിന്റെ ഈ ആംഗിൾ 135 ആണ്, ഇത് 45. അപ്പൊ 45 ഡിഗ്രി ആംഗിൾ വന്നു. അപ്പൊ ആദ്യത്തെ പോലെ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം. ഓൾട്ടിറ്റ്യൂഡ് വരച്ചേ എന്ത് വരും? കണ്ടോ അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വന്നു, ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ഇത് 10 ആയതുകൊണ്ട് ഇത് 10 ആണ്. അപ്പൊ ഹൈപ്പോട്ന്യൂസ് അറിയാം. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ H എന്ന് പറയുന്നത് 10/√2. ക്ലിയർ ആയോ? പറഞ്ഞത് പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോ ഇത് 45 ആയതുകൊണ്ട് H എന്ന് പറയുന്നത് 10നെ, അതായത് ഹൈപ്പോട്ന്യൂസിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ 10/√2 എന്ന് പറഞ്ഞാൽ മുകളിലും താഴെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10√2/2 വരും. അതായത് 5√2 വരും. അപ്പൊ 5√2 ആണ് H. ബേസ് 18. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് BH. അപ്പൊ 18 into 5√2. 18 into 5√2 എന്ന് പറഞ്ഞാൽ 18 5s are 90. 90√2 മീറ്റർ സ്ക്വയർ ഓർ സ്ക്വയർ മീറ്റർ. മീറ്ററിലാണ് തന്നിരിക്കുന്നത്, സെന്റിമീറ്ററിലാണ് ഇവിടെ തന്നത്. അതുകൊണ്ടാണ് സെന്റിമീറ്റർ സ്ക്വയർ വന്ന് ഇത് മീറ്ററിൽ ചെയ്തു. അപ്പൊ മീറ്റർ സ്ക്വയർ. അപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ 45 ഡിഗ്രി ആംഗിൾ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ ആണ് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. അതിന്റെ ചെറിയ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. വലിയ സൈഡ് ചെറിയ സൈഡിന്റെ √2 ടൈംസ് ആയിരിക്കും. അപ്പൊ ഹൈപ്പോട്ന്യൂസിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ചെറിയ സൈഡ്സ് കിട്ടും. ചെറിയ സൈഡ്സിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഹൈപ്പോട്ന്യൂസ് കിട്ടും. അത് ഉപയോഗിച്ച് ട്രയാങ്കിളിന്റെ ഏരിയയും പാരലോഗ്രാമിന്റെ ഏരിയയും കണ്ടെത്താൻ പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.